ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് വരുന്നത്. ഇതേപോലെ കുറേ ദിവസമായിട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നു ഒരു ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ക്യാമറ ഫേസ് ചെയ്തിട്ടുള്ള ഇതേപോലെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. എന്തായാലും ഈ പെരുന്നാളിൻ്റെ ദിവസം തന്നെ ഞാനിതാ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് നമ്മൾ പെരുന്നാളിൻ്റെ വ്ളോഗാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഇതേപോലത്തെ ഒരു പെരുന്നാളാണ്. ഞങ്ങൾ പെരുന്നാളിൻ്റെ സമയത്ത് ഇവിടെ കഴിഞ്ഞ പെരുന്നാളിനുണ്ടായിരുന്നു, കാരണം കറക്റ്റ് പെരുന്നാൾ അടുപ്പിച്ചാണ് ഇവിടെ വന്നത്. പക്ഷെ അന്ന് പ്രത്യേകിച്ച് അങ്ങനെ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു, കാരണം ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ജെറ്റ് ലാഗും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാനൊക്കെ ഒരാഴ്ച സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെരുന്നാളെന്ന് പറയാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഏപ്രിൽ 13th ആകുമ്പോഴേക്ക് നമ്മൾ വന്നിട്ട് ഒരു വർഷം ആവാൻ പോവാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഇന്നലെ വരെ. നമ്മൾ ഇതെന്ന് പറയുന്നത് ഇന്ന് ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ് പ്ലാന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളെ ഫസ്റ്റത്തെ ഈദ് US എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര ബിസിയാണ്. നമ്മൾ ഹൗസ് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സ് ആയിരിക്കും ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ വരുന്നുണ്ടാവുക. നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് വീഡിയോയിൽ കഴിയുന്നത്ര ഇൻക്ലൂഡ് ചെയ്യിക്കാൻ നോക്കാം. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പെരുന്നാളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് വിചാരിക്കുന്നത്, കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിനി അടുത്ത വ്ളോഗിൽ എന്തായാലും പറയാം. ഇനി അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഷിഫ്റ്റിങ്ങിൻ്റെ വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈദ് വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ തലേ ദിവസം പെരുന്നാൾ തുടങ്ങിയത്. ഇതാ പെരുന്നാളിൻ്റെ നമുക്ക് വലിയൊരു ആഘോഷം എന്ന് പറയുന്നത് തലേ ദിവസം തന്നെ തുടങ്ങുമല്ലോ. നമ്മൾ മൈലാഞ്ചി ഇടലും പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഹയക്ക് ഇതാ മൈലാഞ്ചി ഇട്ട് കൊടുത്താണ് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് മൈലാഞ്ചി ഇടാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻസ് ഒന്നും മനസ്സിൽ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മനസ്സിൽ തോന്നിയ ഒരു ഡിസൈൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ്. ഇതിപ്പോൾ ഞാനിട്ടതാണ്. ഭയങ്കര സിമ്പിളായിട്ടൊരു മോഡൽ വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പേജസൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു മോഡൽ എടുത്തിട്ട് ഇട്ടതാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം മൈലാഞ്ചിയൊക്കെ ഇട്ട് റെഡിയായിരിക്കുന്ന സമയത്താണ് നമ്മൾ വീട്ടിൽ വിളിച്ചത് കേട്ടോ. വീട്ടിൽ വിളിച്ചപ്പോൾ അവിടെ പെരുന്നാൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പെരുന്നാൾ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞു. അവിടെ പെരുന്നാളിന് ഈദ്ഗാഹിനൊക്കെ പോയി എല്ലാവരും തിരിച്ച് വന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമുക്കിനി പിറ്റേ ദിവസമാണല്ലോ പെരുന്നാൾ. അപ്പോൾ നാട്ടിൽ വൈകുന്നേരം ആകുമ്പോഴാണ് നമുക്കിവിടെ പിറ്റേ ദിവസം ആവുക. ആ സമയത്താണ് നമ്മളെ പെരുന്നാൾ തുടങ്ങുക. അപ്പോഴേക്കും നാട്ടിലത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇന്നാണ് നമുക്ക് പെരുന്നാൾ. രാവിലെ ഒരു 6 മണിക്കായിട്ടോ ഞാൻ എണീറ്റപ്പോൾ. തലേ ദിവസം ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. വീട്ടിൽ വിളിച്ച്, നമ്മളെ രാത്രിയാണല്ലോ നാട്ടിൽ പകൽ സമയം. അപ്പോൾ അതുകൊണ്ട് വീട്ടിലും പിന്നെ നമ്മളെ കസിൻസിനെ എല്ലാവരും വിളിച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. ഒരു 2 മണിയൊക്കെ ആയി, 2:30 ആയിട്ടുണ്ടാവും ഉറങ്ങിയപ്പോൾ. നാട്ടിലെ ആ ഒരു കറക്റ്റ് സമയം വരെ ഞാൻ അധികവും ഓൺലൈനിലുണ്ടായിരുന്നു. എല്ലാവരും വിളിച്ചു, എല്ലാവരും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് വിഷ് ചെയ്തതിന് ശേഷമാണ് കിടന്നത്. അപ്പോൾ നമുക്ക് അധികം ഉറക്കം കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. 7:30ക്കാണ് നിസ്കാരം സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഒരു 7:15 ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു 10-12 മിനിറ്റ് എന്തായാലും ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി പോവുമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു തിരക്ക് പിടിച്ച സമയമായിരുന്നു. അത് നാട്ടിൽ നിന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ അധികവും ഇതേപോലെ ഈദ്ഗാഹിനൊക്കെ കോട്ടപ്പടി അതേപോലെ കോട്ടക്കുന്നിലൊക്കെയാണ് നമ്മൾ ഈദ്ഗാഹിന് പങ്കെടുക്കാറുള്ളത്. അപ്പോൾ അവിടുന്ന് ഇതേപോലെ തന്നെ ഓടിപ്പോണതും നിസ്കാരം തുടങ്ങണതിൻ്റെ മുമ്പ് അവിടെ എത്തുന്നതൊക്കെയാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നാട്ടിൽ ഉള്ള കാര്യങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്.
അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പെരുന്നാളും അതുപോലെ വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ നാടും വീടും എല്ലാം മിസ്സാവും. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ശരിക്ക് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു വേദന മനസ്സിലായത് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മളെ നാട്ടിലാണെങ്കിൽ എന്തൊക്കെ രസമായിരിക്കും ഇങ്ങനെ പോകാനും, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീടുകളിലൊക്കെ നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവും. പിന്നെ അതേപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് രാത്രി വരെ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ഉമ്മാൻ്റെ വീട്ടിലോ ഉപ്പാൻ്റെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൂടും. അങ്ങനത്തെ കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മിസ്സാവുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ റോഡിൻ്റെ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും പാർക്കിംഗ് ഇനിയിപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കിട്ടിയ സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്തു. അപ്പോൾ തലേ ദിവസം രാത്രി വരെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, ഞാൻ രാവിലെ എണീക്കോ പള്ളിയിൽ പോകാനെന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എന്തായാലും മനസ്സിലൊരു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തായാലും പോവും പള്ളിക്ക് പോയി നിസ്കരിക്കും എന്നുള്ള കാര്യം. കാരണം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ആഘോഷങ്ങളും ഇല്ല, ഇങ്ങനെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതും കുറേ ആൾക്കാരെ കാണുന്നതൊക്കെ തന്നെയാണ് നമുക്ക് പെരുന്നാളിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ഇക്കയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും രാവിലെ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാമെന്നുള്ളത്. പക്ഷേ രാവിലെ എണീക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എല്ലാം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നമ്മൾ രാവിലെ എണീറ്റു. കുട്ടികളാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി നമ്മളങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് നമ്മൾ പള്ളിയിൽ പോവുകയാണ് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്ന് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിസ്കാരം തുടങ്ങി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് സ്പീച്ചും കാര്യങ്ങളൊക്കെ കേൾക്കുക. There's always somebody who looks up. അപ്പോൾ അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. നമ്മൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് അവരവിടെ കോഫി കുക്കിയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടവർക്ക് അതെടുത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബാഗിൽ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നമുക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരെയും ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഷ് ചെയ്തതിന് ശേഷം നമ്മളിനി തിരിച്ചു പോവുകയാണ്. ഇന്ന് പെരുന്നാളാണെങ്കിലും ഇവിടെ അങ്ങനെ പബ്ലിക് ഹോളിഡേ ഒന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം. ഇപ്പോൾ ഇന്നിപ്പോൾ ഇക്കാക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ലീവ് എടുക്കാൻ പറ്റാത്തൊരു ദിവസം കൂടിയാണ്. അപ്പോൾ നേരത്തെ പോയിട്ട് പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓടി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടുന്ന് ഇക്കാക്ക് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം വേണം ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അവർക്ക് പെരുന്നാൾ പൈസ കൊടുക്കുകയാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ അവർക്ക് നമ്മളെ പാരൻസൊക്കെ ഉണ്ടാവുമല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതില്ലാത്തതുകൊണ്ട് അവർക്ക് ഇനി അതൊരു വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇക്ക കൊടുക്കുകയാണ്. ഞാൻ പറയായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഉള്ള ഒരു ഓർമ്മകളൊക്കെ അവർക്കും കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്കുള്ള പോലെ തന്നെ അവർക്ക് എല്ലാ വർഷവും ഇതേപോലെ കൊടുക്കണം എന്നുള്ളത്. നമ്മൾ എവിടെയാണെങ്കിലും നമ്മളെ കുട്ടികൾക്ക് അതൊന്നും മിസ്സാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇക്ക ഓഫീസിൽ പോയി പെട്ടെന്ന് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ഉണ്ടായിരുന്നത്. കാരണം സാധാരണ നമ്മളെപ്പോഴും ബിരിയാണിയും പിന്നെ അതേപോലെ മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ച് ശീലിച്ച കുറേ ഫുഡുകളാണ് നമുക്കിന്ന് ഇപ്രാവശ്യം പെരുന്നാളിനും കഴിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും വ്യത്യാസമായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു മെഡിറ്ററേനിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ, പീത്ത പാലസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോകാനാണ് വിചാരിക്കുന്നത്. അവിടെ പോയി കഴിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ നല്ല
റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ ഇനി പോകുന്നത്. നല്ല അടിപൊളി ഫുഡാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പെരുന്നാളിന് തന്നെ അവിടെ എന്തായാലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി കഴിക്കാമെന്നാണ് ഇന്നത്തെ പ്ലാന്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആയി നമ്മളിങ്ങനെ വരണമെന്ന് വിചാരിക്കണു. ഇപ്പോഴാണ് നമുക്കിവിടെ വരാനുള്ള ഒരു അവസരം കിട്ടിയത് കേട്ടോ. ഈ പെരുന്നാളിൻ്റെ സമയത്ത് വരിക എന്നുള്ളത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് കേട്ടോ. നമ്മൾ ആദ്യം എന്തെങ്കിലും ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഐറ്റംസ്, മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ചു എപ്പോഴും നമ്മൾ പെരുന്നാളിൻ്റെ അല്ലെങ്കിലും എപ്പോഴും വെക്കുന്ന ഫുഡൊക്കെ തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു പ്ലാന് പെട്ടെന്നുണ്ടായതാണ്. അങ്ങനെയാണ് നമ്മളിവിടെ വരാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പെരുന്നാളിന് ഇതേപോലെ പുറത്തത്തെ ഒരു ഫുഡ് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ നാട്ടിലുള്ള സമയത്ത് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഈദ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊന്ന് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോവും, അവിടെ നിന്ന് കുറേ ഫുഡും കാര്യങ്ങളും കഴിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മളൊന്ന് വ്യത്യാസം ആക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് റെസ്റ്റുമായി. നമ്മളെപ്പോഴും കുക്കിംഗ് അല്ലേ. ഞാൻ ഇതിൻ്റെ 2 ദിവസം വരെ ഭയങ്കര കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ഹൈൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റായിട്ടാണ് ഞാൻ പിന്നെ പെരുന്നാളിന് കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ചെറിയൊരു ബാക്കോട്ടുള്ളൊരു തീരുമാനം ഉണ്ടായത്. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിൻ്റെ രസം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ പേഴ്സണലി കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇഷ്യൂസ് അല്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹൗസ് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇനി മുമ്പോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു പെരുന്നാളിന് നമ്മളിങ്ങനെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ഇത് രണ്ടുമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട്. ഒരു കബാബിൻ്റെ പ്ലേറ്ററാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഒന്ന് മിക്സഡ് കബാബിൻ്റെ പ്ലാറ്ററും പിന്നെ അതേപോലെ ഒരു വേറൊരു ബീഫ് കബാബിൻ്റെ പ്ലാറ്ററുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമുക്ക് ഒരുപാടായിരുന്നു കേട്ടോ. കാണുന്ന പോലെയല്ല, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടികൾക്കും ഇത് തന്നെ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക ചെയ്തത്. പിന്നെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. അതിന് ശേഷം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനത്തെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൊരു ഡിസ്കഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനം നമ്മളിനിപ്പോൾ നേരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പോയിട്ടൊരു ഉറക്കമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വേറെ എവിടെയെങ്കിലും പോകാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് അടുത്ത് തന്നെ ഒരു ബീച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിൽവാക്കിയിൽ തന്നെയുള്ള ഒരു ബീച്ചിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ എന്താവുന്ന അവസ്ഥ എന്ന് അറിയണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നല്ല കാറ്റടിച്ച് കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് താങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം അവിടെ ഒന്ന് കുട്ടികളൊക്കെ കളിപ്പിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമുക്ക് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റൂട്ടൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നമ്മൾ ഈ ബീച്ചിൽ പോകാൻ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലെത്തിയപ്പോൾ വേറെ കുറേ സ്ഥലങ്ങളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ബീച്ചിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവസാനം കുറച്ച് പാർക്കിംഗ് ഏരിയ ഉള്ള ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിരിച്ച് പോയിട്ട് വേറൊരു സൈഡിലേക്ക് പോവുകയാണ്.
അങ്ങനെ അവസാനം നമ്മളൊരു പബ്ലിക് പാർക്കിംഗ് ഏരിയ കണ്ടുപിടിച്ചു. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് നടന്നു പോവുകയാണ്. ഇവിടെ കുറച്ച് ഉള്ളോട്ടാണ് ബീച്ചെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിയത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും അറിയുന്നുണ്ടായിരുന്നു എന്തായാലും അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ഒരു ചെറിയ കിഡ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവരവിടെ കളിപ്പിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. സൂപ്പർ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവർ കളി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കൂടുതൽ കളിക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെ വെറുതെ നിൽക്കായതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ ഭയങ്കര തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോവാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി അവിടെ നിന്നാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് വിൻ്ററൊക്കെ കഴിഞ്ഞ് പതുക്കെ സ്പ്രിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഈ പച്ച പുല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല തളിർത്ത് വരുന്നൊരു സമയമായതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാറ്റടിക്കൽ കൂടിയപ്പോൾ നമ്മൾ പിന്നെ വേഗം പോകാമെന്ന് വിചാരിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വിൻ്ററിലുള്ള സമയത്തെ പോലെയല്ല ഇപ്പോൾ സൺസെറ്റ് ടൈമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു 7:15 7:25 ഒക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ സൺസെറ്റ് ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിൻ്റർ ടൈമിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസിൽ ഒരു 3:45 ഒക്കെ ആവുന്ന സമയത്തൊക്കെ ഒരു ഡിസംബർ ജാനുവരി ആ ഒരു സമയത്തൊക്കെ 3:45 ആയിരുന്നു സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഡേ ടൈം ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി ഇനിയിപ്പോൾ ഡിന്നറിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നോക്കുകയാണ് ഞാൻ. ഇതിപ്പോൾ സാധാരണ നമ്മളെ ചിക്കന് സാധാരണ നമ്മളെ മസാല തേച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ലെമൺ ജ്യൂസ്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊറിയാണ്ടർ ലീവ്സ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ട് ഇതൊരു 45 മിനിറ്റ്സിൽ ഞാനിത് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നാൻ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈദ് വ്ളോഗ്. ഈ വീഡിയോ ഇനിയിപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും ഇനി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.